വയനാട് ഉരുൾപൊട്ടലിൽ കിടപ്പാടം നഷ്ടമായവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് മുൻകൈയെടുത്ത് ഡിവൈഎഫ്ഐ. തലക്കോട് മേഖലാ കമ്മിറ്റിയിലെ മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന എം റഷീദ് ഡിവൈഎഫ്ഐക്ക് മരം സംഭാവനയായി നൽകി. എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് സംഭാവന ഏറ്റുവാങ്ങി. കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയിലെ തലക്കോട് മേഖലാ കമ്മിറ്റിയിൽ മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന എം റഷീദാണ് വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംഭാവനയെന്നോണം മരം വിട്ട് നൽകിയത്. 25 വീടോളം ആ പ്രദേശത്ത് പണിത് കൊടുക്കുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മുടെ കവളങ്ങാട് ബ്ലോക്കിൽ ഏതാണ്ട് നല്ല ഒരു തുക സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഒക്കെ സുഹൃത്തുക്കൾ സഹാക്കളൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ആകുവാനാണ് ഞാൻ ഈ മരം ഇതിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഡിവൈഎഫ്ഐക്ക് വേണ്ടി ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് സംഭാവന ഏറ്റുവാങ്ങി. പാഴ്വസ്തുക്കളും മറ്റും ശേഖരിച്ചുകൊണ്ടും വിവിധ ഇനം ചലഞ്ചുകളും നടത്തിക്കൊണ്ടും ആണ് ഡിവൈഎഫ്ഐ ഇത്തവണ വയനാട്ടിലെ ദുരിതം ബാധിച്ച ആളുകൾക്ക് വീട് പണിത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയാണ്, വലിയ തോതിലാണ് ആളുകൾ ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് ഇവിടുത്തെ ഈ തലക്കോടി പ്രദേശത്ത് വരുന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ആ സ്വന്തം പറമ്പിൽ നിൽക്കുന്ന ആ മരം തന്നെ ഇതിലോട്ട് ആ മരം മുറിച്ചെടുത്ത് വിറ്റ് കിട്ടുന്ന പണം കൂടി ആ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ള വീട് പണിയാൻ വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ആ പ്രവർത്തനത്തിലേക്ക് തരാൻ വേണ്ടി സന്നദ്ധമായിരിക്കുന്നത്. ബ്ലോക്ക് സെക്രട്ടറി ഷിജോ എബ്രഹാം, മേഖലാ സെക്രട്ടറി ബേസിൽ മാത്യൂസ്, മേഖലാ പ്രസിഡന്റ് അഖിൽ കുഞ്ഞുമോൻ, കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ്, കൃഷ്ണപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.